ദൂരദർശൻ. ഇതൊരു ചരിത്രമല്ല, മറിച്ച് ഒരു കാലഘട്ടത്തിന്റെ അല്ലെങ്കിൽ ഒരു തലമുറയുടെ ഓർമ്മകളാണ്. 1980കളിലും 90കളിലും ജീവിച്ചു വളർന്ന ഒരു സമൂഹത്തിന്റെ ചിന്തകളെയും ഇഷ്ടങ്ങളെയും സ്വഭാവങ്ങളെയും ഒരുപാട് സ്വാധീനിച്ച, നെഞ്ചോടടക്കി പിടിച്ച ഒരു വികാരമായിരുന്നു ദൂരദർശൻ. ഇന്നത്തെ ചാനൽ കോമാളിത്തരങ്ങളൊന്നുമില്ലാത്ത, കരഞ്ഞു തളർത്തുന്ന മെഗാ സീരിയലുകൾ ഇല്ലാത്ത, പകരത്തിന് പകരം വയ്ക്കാനാവാത്ത ഒരു പിടി നല്ല അവതരണങ്ങളും പരിപാടികളും നമ്മുടെ സ്വീകരണ മുറികളിലേക്ക് എത്തിയിരുന്ന ആ നല്ല കാലം. അതെ, ദൂരദർശൻ ഒരു തലമുറയുടെ നൊസ്റ്റാൾജിയാണ്. രാവിലെ 6 മണിക്ക് വന്ദേ മാതരം കേട്ടുകൊണ്ടുള്ള തുടക്കം, തുടർന്ന് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് മനസ്സിലാക്കി തരുന്ന സ്കൂൾ ചലേഹം. എല്ലാ സംസ്കാരങ്ങളെയും ഇഴചേർത്തുകൊണ്ടുള്ള മിലേ സുർ മേരാ തുമാര. അതിൽ മലയാളിയെ പ്രതിനിധീകരിക്കുന്ന ആനപ്പുറത്തിരിക്കുന്ന ചേട്ടനെ കാണുമ്പോൾ വല്ലാത്ത ഒരു സന്തോഷമായിരുന്നു അന്ന്. ഈ നോർത്ത് അമേരിക്കയും മറ്റു പാശ്ചാത്യ രാജ്യങ്ങളും 90കളിൽ സൂപ്പർമാനെയും ഹീമാനെയും ഈ ലോകത്തിന് പരിചയപ്പെടുത്തിയപ്പോൾ നമ്മുടെ സ്വന്തം ദൂരദർശൻ നമുക്കും പരിചയപ്പെടുത്തി തന്നു ഇന്ത്യൻ വേർഷൻ ഓഫ് സൂപ്പർമാൻ. പിന്നെ വൈകുന്നേരം 4 മണിക്കുള്ള മലയാള സിനിമകൾ, കൂടാതെ മനസ്സിന് തലോടി കടന്നുപോയ നിലവാരമുള്ള എത്രയോ നല്ല പരസ്യങ്ങൾ. നർമ്മ മുഹൂർത്തങ്ങൾ കൊണ്ട് നമ്മൾ ഇന്നും കുടുകുടാ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മലയാളത്തിലെ എവർഗ്രീൻ സിനിമകളും ഇറങ്ങിയത് ഇതേ 90കളിലായിരുന്നു. ആ 90കളിലെ മലയാള സിനിമയും ദൂരദർശനും പരസ്യങ്ങളും ഒക്കെയുള്ള ആ നല്ല ഓർമ്മകളിലേക്ക് നിങ്ങളെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോകാൻ സാധിക്കുമെന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ സെയിന്റ് ആന്റണീസ് ബ്രാൻഡ്ഫോർഡ് ഫാമിലി യൂണിറ്റ് ഹൃദയപൂർവ്വം സമർപ്പിക്കുന്നു ബാക്ക് ടു ദ 90s. അങ്കിൾ, ആന്റി, എല്ലാരും വരൂ. എന്നെ വിളിച്ചോ അങ്കിൾ? ഒന്നുകൂടെ വിളി, ഒന്നുകൂടെ വിളിക്കൂ. ആന്റിയെ കൂടെ വിളിക്കൂ. എന്താ കുഞ്ഞ് വിശേഷിച്ച്? അങ്കിൾ, ആന്റിയെ കൂടെ ഒന്ന് വിളിക്കണം, പറയാം. തങ്കം തങ്കം നമ്മളോട് എന്തോ പറയാനുണ്ടെന്ന്. എന്നോട് ക്ഷമിക്കണം എന്ന് പറയാനാണ് ഞാൻ വിളിച്ചത്. ഞാനും എന്റെ ഡ്രൈവറും കൂടെ ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഒരു നാടകം കളിക്കായിരുന്നു, വെറും ഒരു തമാശയ്ക്ക് വേണ്ടി. പക്ഷേ എന്റെ ഡ്രൈവർ തമാശ മറന്ന് സീരിയസ് ആവാൻ തുടങ്ങിയിരിക്കുന്നു. കണ്ണിനെ കയം കാണിക്കരുത് എന്നൊരു ചൊല്ലുണ്ട്. വെൽ, ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ ഇന്റീരിയർ ഡെമോക്രേഷൻസ്. അതിവിടെ സംഭവിച്ചിരിക്കുന്നു. അമേരിക്കയിൽ നിന്ന് വിദ്യാഭ്യാസം നേടി വന്ന KT നായരുടെ മകൻ അത്രേ ഉള്ളൂ. എനിക്കറിയാം, ശോഭ എന്നോട് പറഞ്ഞു. പക്ഷേ അഭിനയിക്കാൻ വന്ന എന്റെ ഡ്രൈവർ അഭിനയം മറന്ന് ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിനെ നീട്ടിക്കൂടാ. പ്ലീസ് ഡോണ്ട് ലെങ്തൻ ഇറ്റ്. ഞാൻ തുറന്നു പറയാൻ ഐ എം ഫ്രാങ്ക്ലി സ്പീക്ക്. അവൾ എന്റെയും ശോഭയുടെയും വിവാഹം നാളെ തന്നെ നടത്തണം. നാളെ നാട്ടുകാരോടും വീട്ടുകാരോടും ഒരുപക്ഷെ ഇതറിഞ്ഞാൽ വിവാഹം നടന്നില്ലെന്ന് വരും. എന്റെ അച്ഛനും അമ്മയും പോലും ഇത് അറിയരുത്. എല്ലാവരെയും നമുക്കൊന്ന് അമ്പരപ്പിക്കണം. അയ്യോ, അത് കഷ്ടമല്ലേ? അതെ, കഷ്ടമാണ്. പക്ഷേ ഈ വിവാഹം നടക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ അച്ഛനും അമ്മയും ഇതറിയാൻ പാടില്ല. നമുക്ക് രഹസ്യമായി രജിസ്റ്റർ ചെയ്യാം. അത് സർദാർ കൃഷ്ണക്കുറുപ്പിന് നാണക്കേടാ. നേതാജി ക്ലബിലെ എല്ലാ മെമ്പേഴ്സും അറിയാതെ പറ്റില്ല. ആ കോമക്കുറുപ്പ് ഞെട്ടണം. എന്റെ മകൾ അമേരിക്കൻ പയ്യനെ കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യമറിഞ്ഞ് അവൻ നീറി പുകയണം. പുകയ്ക്കാം. 3 days time. ഞാൻ 3 ദിവസം സമയം തരാം. 4-ാം ദിവസം രാവിലെ സൺറൈസിൽ മാരേജ്.
നടന്നിരിക്കണം. ആ ഡ്രൈവറെ ഇന്ന് തന്നെ ഔട്ട് ഹൗസിലേക്ക് മാറ്റണം. മാറ്റും. നീ എന്നെ ഔട്ട് ഹൗസിലേക്ക് മാറ്റുമല്ലടാ? മാറ്റോടാ. നീ എന്നെ ആൾക്കാരെ വിട്ട് തല്ലിച്ചല്ലേ? തല്ലിച്ചോ? കളി അവിടം വരെ ആയോ? ആന്റി, പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വരും. നീ അമേരിക്ക പോയിട്ടുണ്ടെങ്കിൽ ധൈര്യമായി പറയടാ. നീ അമേരിക്കയിൽ എവിടെയായിരുന്നു? അത് പിന്നെ അമേരിക്കൻ ജംഗ്ഷനിൽ. അമേരിക്കൻ ജംഗ്ഷൻ പോലും അമേരിക്കയിൽ അങ്ങനെ ഒരു സ്ഥലമേ ഇല്ല. എന്ത് വിട്ടിത്തരമാണ് ഇവൻ പറയുന്നത്? അമേരിക്കൻ ജംഗ്ഷനില്ല പോലും. ജംഗ്ഷനില്ലാത്ത നാടുണ്ടോ? മണ്ടൻ കുടാപ്പി, നീ എന്നെ കൂടുതൽ മണ്ടനാക്കാടാ. അങ്കിൾ, ഇവനാണോ അമേരിക്ക, ഞാനാണോ അമേരിക്ക എന്ന് ഞാനിത് തെളിയിക്കും. ഹൗ മെനി കിലോമീറ്റേഴ്സ് ഫ്രം വാഷിംഗ്ടൺ DC to Miami Beach? How many kilometers from Washington DC to Miami Beach? I have the answer. Kilometers and kilometers. In these days of degenerating decencies of Miami Beach to Washington, when diplomacy and duplicity become interchangeable from complicated America to America. Stop it. Uncle, അമേരിക്കയിൽ പോയി എന്ന് അവകാശപ്പെടുന്ന ഇവന് ഇംഗ്ലീഷ് ഗ്രാമർ പോലും അറിയില്ല. He doesn't know the basics of English grammar. അമേരിക്കൻ ഗ്രാമർ ഇല്ലടേ. You talk too much. I'll kick your face and get out. You talking nonsense in the house of my wife, mother and father. Uncle, send him out. Out house. Go away. Go away. Go away, stupid. In the house of my wife and daughter, you will not see any minute of that today. ഇറങ്ങി പോടാ. അവനെ പറഞ്ഞു വിടണ്ട. അവൻ ഔട്ട് ഹൗസിൽ താമസിക്കുന്ന നോ സോർ ഓഫ് ദിസ്. ജസ്റ്റ് ബിലീവ്. Get out house. वॉशिंग पाउडर निर्मा, वॉशिंग पाउडर निर्मा, दूध जब पीतो निर्मा ले अच्छा, रंगीन कपड़ा ले खिला खिला अच्छा, निर्मा ले जादू गया. वॉशिंग पाउडर निर्मा, वॉशिंग पाउडर निर्मा, निर्मा. യോ, ദേ യമുന എന്നെ നോക്കി ചിരിക്കുന്നു. നിന്നെ മാത്രമല്ല എല്ലാരും നോക്കിയാ ചിരിക്കുന്നത്. ഹായ്. അയ്യോ, യമുന നമ്മളെ നോക്കി കൈ വീശുന്നു. ഹായ്, എന്നെ തെരിയുമാ? എന്നെ അറിയുമോ? എടി അരിയുമോന്ന്? കത്തി താഴെയിടും, കത്തി താഴെയിടും. ഇല്ല, അറിയില്ല. Do you know me? അറിയുമോന്നാ ചോദിക്കണേ. അറിയും, നന്നായിട്ട് അറിയും. അയ്യോ, സിസ്റ്റേഴ്സ്. മനസ്സിലായില്ലേ? നമ്മള് സിസ്റ്റേഴ്സ് നേഴ്സുമാരാണെന്നാ ചോദിച്ചത്. ഓടി, നമ്മള് സഹോദരിമാരാണെന്നാ ചോദിച്ചേ. അല്ല, ജ്യേഷ്ഠാനിയന്മാരുടെ ഭാര്യമാരാ. നൈസ്. നീങ്ക ഒരേ വീട്ടിലേ കൊടുത്തനോ? കുടിക്കാൻ എന്തോ വേണമെന്നാ ചോദിക്കുന്നേ. കാപ്പിണ്ട്, മതിയോ? മണ്ടത്തിന് പറയാടി, പാലല്ലേ കുടിക്കൂ. നീങ്ക ഒരു വീട്ടിലാണോ താമസം? ആഹാ, എന്നാ ഒற்றுമൈ. യോ ഗുഡ് നെയിം? ഗുഡ് നൈറ്റ്. അയ്യോ, അവര് പേരാ ചോദിച്ചത് തന്നെ. ഇത് ആനന്ദവല്ലി ചേച്ചി, ഇത് കൗസല്യ ചേച്ചി. ഞാൻ ഇന്ദുമതി, ഞാൻ ഏറ്റവും ഇളയത്. ഓവർ സ്മാർട്ട് ആവണ്ട, ഞങ്ങളുടെ പേര് പറയാൻ ഞങ്ങൾക്കറിയാം. ഇളയതാന്ന് പറയാൻ ഒരു പ്രായമൊന്നും ചോദിച്ചില്ലല്ലോ. ഹലോ, ഫ്രീ ആകുമ്പോ വീട്ടിക്ക് വാങ്ക. എപ്പോഴാ വരണത്? ഇന്നിക്ക് ഷൂട്ടിംഗ് മധ്യാഹ്നം വരയ്ക്കുന്ന. Why not you make it today afternoon? Sure, we will come. അങ്ങനെ ഒരാൾ മാത്രം ഞെളിഞ്ഞു പോണ്ട. I is come. Thank you. ശുക്രിയ. Okay, see you. എന്റെ മഴക്കിന്റെ പോപ്പി, എന്റെ മഴക്കിന്റെ പോപ്പി കൂടാ. കൊണ്ടുണ്ട്, കൊണ്ടുവരണ്ട. എന്റെ മഴക്കിന്റെ പോപ്പി, എന്റെ മഴക്കിന്റെ പോപ്പി കൂടാ. ആ ലിസ്റ്റ് ഒന്നുകൂടി കേക്കട്ടെ. ഡൈനിങ് ടേബിൾ. പൂപ്പരുത്തി മതി, 2000 ഓ, നിൽക്കും. പൂപ്പരുത്തി. അവിടെ ഈട്ടി തന്നെ വേണം. 25,000. സോഫ സെറ്റ്. ചൂരല് മതി. റെപ്രസെന്റേറ്റീവിന് ഇരിക്കാനില്ല, യമുനയ്ക്കാം. കുഷൻ തന്നെ വേണം, കുതിച്ചു പോകണം. അതിന് കുതിരപ്പുറത്ത് കയറിയാ പോലെ. തമാശകള കൂട്ട്. 25,000. ബ്രിഡ്ജ്. പാലോ അതും വേണോ? അവർക്ക് നടന്നു വന്നാ പോരെ? അതല്ലെന്ന്, തണുപ്പിക്കുന്ന ഒരു സാധനം ഇല്ലേ? ഫ്രിഡ്ജ് 9,000. ടി വി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോരെ? ഓരോ കളർ തന്നെ വേണം. 10-20 അടി നീളം വേണം. 10-20 അടി നീളോ? ഇഞ്ചായിരിക്കും. ഇഞ്ചെങ്കിൽ ഇഞ്ച്. ആ. ഒയറില്ലാത്ത ഫോൺ, അതൊരെണ്ണം മതി. മൊബൈൽ. മൊബൈല്. ഒയറില്ലാത്തോണ്ട് വില കുറവായിരിക്കും. ഇനി അയ്യോ,
ഇനി മടക്കല്ലേ ഒടിഞ്ഞു പോവും. ആ തൽക്കാലം ഇത്രയൊക്കെ മതി. മതി. ഇനി ഇതിന് പണം ഉണ്ടാക്കാനുള്ള വകുപ്പും കൂടി പറഞ്ഞു തന്നെ. മൊത്തം പണം കൈ വെച്ചോണ്ടാണോ എല്ലാരും ഇതൊക്കെ മേടിക്കുന്നത്? ഇൻവെസ്റ്റ്മെന്റ് വാങ്ങണം. ഇൻസ്റ്റാൾമെന്റ്. ആ അതെങ്കിൽ അത് അങ്ങനെ ആവുമ്പോ മാസം തോറും ഈസി ആയിട്ട് അടയ്ക്കാം. അല്ലെങ്കിൽ കടം വാങ്ങണം, പലിശ കൊടുക്കണമെന്നല്ലേ ഉള്ളൂ. എന്താ മുൻഷി പരമേശ്വരൻ പിള്ളയുടെ മകനെ കടം കിട്ടില്ലെന്നുണ്ടോ? നോക്ക്, നിസ്സാരമായിട്ട് തള്ളരുത്. ഇത് നമ്മുടെ പ്രസ്റ്റീജ് ഷൂസാ. എന്തു പറയണ ഹായ് വന്നല്ലോ വനമാല വനമാല വന്നല്ലോ വനമാല വന്നല്ലോ വെള്ള വസ്ത്രങ്ങളും വർണ്ണ വസ്ത്രങ്ങളും എങ്ങനെയുണ്ട് നമ്മുടെ വനമാല? വസ്ത്രങ്ങൾ എന്നല്ല, ആരാ മനസ്സിലായില്ല? കാർത്തുമ്പി. ആരും കാറ് തുപ്പിയൊന്നുമില്ല. എന്റെ പേരാ ഞാൻ പറഞ്ഞത്, കാർത്തുമ്പിന്ന്. നിന്റെ പേര് ഊരുവെന്ന് എനിക്കറിയണ്ട. എന്തിനാ വണ്ടി കയറിയിരിക്കുന്നതാ ചോദിച്ചേ? എന്നോട് കേറിയിരുന്നോളം പറഞ്ഞു. ആര്? ആ ഒരു കിളവൻ. അങ്ങനെ ഒരു കിളവൻ പറഞ്ഞാൽ കേറിയിരിക്കാനുള്ള വണ്ടി ഒന്നുമില്ല, ഇങ്ങോട്ട് ഇറങ്ങ വേണ്ടേ? പിന്നെന്തിനാ കാശ് എണ്ണി വാങ്ങിച്ചത്? ആര്? ഒരമ്മാവൻ. ഏതമ്മാവൻ? എനിക്കൊന്നും അറിഞ്ഞൂടാ, പോയി ചോദിക്ക്. അയാളാ ഷാപ്പിലുണ്ട്. ഷാപ്പി? ദേ വരുന്നു, അങ്ങോട്ട് ചോദിച്ചോളൂ. എന്താ ചോദിക്കണമെന്ന് വെച്ചാ. അമ്മാവാ. ദേ ഇയാൾ എന്തൊക്കെയോ പറയുന്നു. മര്യാദയ്ക്ക് സംസാരിച്ച് ചവിട്ടേണ്ട. ഇയാളാണോ ഈ പെണ്ണിന്റെ കാശ് അയ്യോ, വാങ്ങിച്ചത്? അമ്മാവൻ കാശൊന്നും വാങ്ങിയില്ല. താല്ലേ പറഞ്ഞ അമ്മാവൻ കാശ് വാങ്ങിച്ചത്? പിന്നെ ഇയാളാരെ? ഇത് എന്റെ അമ്മാവനാ. പിന്നെ അമ്മാവൻ കാശ് വാങ്ങിച്ചില്ലെന്ന് പറഞ്ഞു. അമ്മാവൻ കാശ് വാങ്ങിന്ന് പറഞ്ഞത് ശരിയാ, പക്ഷേ ഞാൻ എപ്പോഴാണ് ഇതിന്റെ കാശ് വാങ്ങിച്ചത്? അയ്യോ, അമ്മാവൻ കാശ് വാങ്ങിന്നല്ല ഞാൻ പറഞ്ഞത്. പറഞ്ഞു അമ്മാവൻ കാശ് വാങ്ങിച്ചെന്ന് പറഞ്ഞു. എന്റെ അമ്മാവൻ കാശ് വാങ്ങിന്നല്ല ഞാൻ പിന്നെ എന്റെ അമ്മാവനാണ് കാശ് വാങ്ങിച്ചത്. തുളച്ചി, നുണ പറയുന്നോ? നുണച്ചിനെങ്ങാനും പറഞ്ഞാലുണ്ടല്ലോ. പിന്നെ നുണ പറയുന്നതിന് എന്ത് വിളിക്കണം? സത്യമാമ എന്ന് വിളിക്കണം. ഞാൻ പറഞ്ഞത് നേര് തന്നെയാ. ഇത് എന്റെ അമ്മാവനാ. പണം വാങ്ങിയത് വേറൊരു അമ്മാവനാ. അയാൾ അയാളുടെ വണ്ടിയാന്ന് പറഞ്ഞിട്ടാ ഞാൻ കേറിയിരുന്നത്. അതൊക്കെ പോട്ടെ, ഇതൊക്കെ ചോദിക്കാൻ താനാരാ? ഞാൻ ആരാണെന്നോ? താൻ ആരാണെന്ന് തനിക്കറിയാമേലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്. തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണ്. അമ്മാവാ. എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിക്ക്. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്ന്. അമ്മാവാ, കള്ളു കുടിച്ചിട്ട് ഒരു തോന്നിവാസം പറയരുത്. നിങ്ങളുടെ കൂടെ വന്ന് എന്നെ വേണം പറയാൻ. മനോരമ കലണ്ടർ മലയാളത്തിലെ ഏറ്റവും പ്രചാരമുള്ള കലണ്ടർ. കലണ്ടർ മനോരമ തന്നെ. കളഞ്ഞ എന്റെ അമ്മോ, ഞാൻ കൊണ്ടുപോയി എവിടെ കൊണ്ട് കളഞ്ഞു? ആ മുക്കുരുത്തി മലയുടെ മോളിൽ കൊണ്ടുവിട്ടിട്ട് ഞാൻ ഓട്ടോ അടി. എടാ മഹാഭാവി, ആനയും പുലി ഇറങ്ങുന്ന സ്ഥലമാ. ചത്ത നഖം പോലും ബാക്കിയിട്ടില്ല. സെന്റിമെന്റ്സ് കാണിക്കില്ലേ? നീ ഒറ്റ ഒരുത്തൻ കാരണം ഞാൻ ഈ കടുങ്ക ചെയ്ത്. എന്നിട്ട് സഹതാപം പറഞ്ഞാൽ ചവിട്ടി ഷേപ്പ് മാറ്റി കേട്ടോ. പാമ്പ് കടിച്ചവന്റെ തലയിൽ തേങ്ങ വീണെന്ന് പറഞ്ഞേ. ഇടി വെട്ടിവന്റെ തലയെ പാമ്പ് കടിച്ചെന്ന് പറയടേ. ആ എല്ലാം ഒന്ന് തന്നെ. മനുഷ്യന് മനസ്സമാധാനമായിട്ട് എപ്പോഴാണ് ആഹാരം കഴിക്കാൻ തോന്നുന്നത്? അത് വേണ്ട. അയ്യേ, പിന്നെ എനിക്ക് വിശ്വാസമില്ല. അയ്യാ, എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചോണ്ട് വന്നാൽ മുഴുവൻ അവിടെ വായിലോട്ട് പോകുമല്ലായിരുന്നു. എനിക്ക് വിശക്കുന്നേ പറഞ്ഞ് കീറുവല്ലായിരുന്നു. ദരിദ്ര. എന്റെ ദൈവമേ, ആളെ ഇട്ടോണ്ട് പോകാൻ ഡ്രൈ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രസ്സാ. ദാ ഇതിൽ 6 പൊറോട്ടയുണ്ട്. 2 പൊറോട്ട നിനക്കും 4 പൊറോട്ട ഇരിക്കും. ഇത് ചിക്കൻ കഷ്ണം നിനക്കും പകുതി ചാറ് എനിക്കും അല്ലേ? ചാറി മുക്കി നക്കിയാ മതി. എടാ എച്ചി എന്നും എച്ചിയാണ്. എടാ ദരിദ്രവാസി എന്നും ദരിദ്രവാസിയാണ്. ദൈവം എന്റെ കൂടെ. തമ്പുരാട്ടിയുടെ കൂടെ റോയൽ സൂട്ടിൽ ഡിന്നറിങ്ങിന് പോയപ്പോ നീ എന്തുവാ എന്നോട് പറഞ്ഞത്? പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. അല്ലടാ പുല്ലേ. അയ്യോ, മുനുസ്വാമി ആയിരിക്കും ഫോട്ടോ മേടിക്കാൻ വന്ന. കൊടു. ഇത് മുനിശാമി അല്ല. അയ്യോ അല്ലേ? ആ എന്നാ ഇതായിരിക്കും. കളറ് പടോ പതിഞ്ഞിരിക്കുന്നില്ലേ? കൊടു കൊടു. ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടിയും വന്നില്ല. എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ തിരിച്ചു വന്നെന്ന് അറിയാമോ? ഓടി ഓടി വരുമ്പോ ഒരു ആന. പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു. ആന എവളെ കണ്ടോടി കാണും. എനിക്ക് വിശക്കുന്നു.
ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ? ഏ ഏ അയ്യോ എടി വെക്കടി അവിടെ. അയ്യോ ഞാൻ ഇടാൻ ഡ്രൈ ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന ഷർട്ടാണ്. ചൂടാവരുത്. ഏത് നിമിഷവും പ്രാന്ത പിടിക്കുന്ന ഒരവസ്ഥയിലാണ് ഞാൻ. ഞാൻ ചൂടാകുന്നില്ല. പക്ഷെ തമ്പുരാട്ടിയുടെ നിലപാടെന്താന്ന് എനിക്കറിയണം. ഇത്ര നാള് സഹിച്ചില്ലേ, ഇന്ന് രാത്രിയോടെ സഹിക്കേ. ഇപ്പൊ എന്റെ തലയിലൊന്നും വരുന്നില്ല. നാളെ കാലത്ത് എന്തെങ്കിലും ചെയ്യാം. കാലത്ത് എന്ത് ചെയ്യാൻ പോവാണ്? നിവൃത്തിയിൽ ഞെക്കി കൊന്നിട്ട് ഞാൻ ജയിലിൽ പോവും. അത് നീ എന്ത് വേണോ ചെയ്. ഇപ്പൊ ചാപ്പാട് പുറത്തെടുത്താ മുഴുവനുള്ള അടിച്ചു കയറ്റിക്കളയും. അങ്ങനെ വല്ല പ്രശ്നമുണ്ടെങ്കിൽ ഇവളെ ഉറങ്ങിയിട്ട് നമുക്ക് എടുത്താൽ മതി. പ്രശ്നമുണ്ട്. കൊരങ്ങാ കൊരങ്ങാ കോഴിന്റെ മണം. അത് പുറത്തെവിടെയോ ഒരു കോഴി കറങ്ങി നടക്കണ കണ്ട്. അല്ല, വെച്ച കോഴിന്റെ മണം. അത് ഏതെങ്കിലും ഹോട്ടലിൽ കറി വെച്ചോണ്ടിരുന്നപ്പോ ഇറങ്ങി ഓടിയതായിരിക്കും. അതാണ് വെച്ച മണം അല്ലേ? പോയി കിടന്നു ഉറങ്ങു വേട്ടെ പ്ലീസ്. ചിങ്ക് ചക്കിടി ചിക്കാ ചാഞ്ചാ. ആ ചിങ്ക് ചക്കിടി ചിക്കാ ചാഞ്ചാ. போட்டி கட்டணம் சொன்ன வாடா. எங்க கட்டணம் சிங்க கட்டணம் சும்மா இருடா. நம்ம ராசா எந்த குதிரைக்கு எதிரி. லக்கி ப்ளூ பிளாக்கி அவன் அடிச்சிடும் பரிசு நிறைய தெருவும் ஜாக்கா. பிறகு இந்த பட்டணம் சொந்தமாக்கி போட்டி கட்டு கொண்டாடா. உட்டி பட்டணம் போட்டி கட்டணம் சொன்ன வாடா. எங்க கட்டணம் சிங்க கட்டணம் சும்மா இருடா.